ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജോത്സ്യൻ വിജയമുട്ടു. അതായത് മഹാവ്യാഴമാറ്റം ഇനിയിപ്പോൾ ഏകദേശം കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. മഹാവ്യാഴമാറ്റം എന്ന് പറയുമ്പോൾ തന്നെ മഹാഗുരുവിൻ്റെ അതായത് മഹാവ്യാഴത്തിൻ്റെ രാശിമാറ്റം മഹാപൃഥിവിയോടുകൂടിയും മഹാപ്രകാശത്തോടുകൂടിയും വരുന്ന ഒരു രാശിമാറ്റമാണ്. ആ പ്രകാശരശ്മി ഏതേത് രാശികളെ ബാധിക്കുന്നുവോ ആ രാശികൾക്കെല്ലാം ഉചിതപരമായിട്ടുള്ള സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ ഉചിതപരമായിട്ടുള്ള ഫലങ്ങൾ തീർച്ചയായിട്ടും പ്രതിദാനം ചെയ്യും എന്നതിൽ യാതൊരു സംശയമില്ല. ഈ മഹാവ്യാഴമാറ്റത്തിനും ഈ മഹാവ്യാഴമാറ്റത്തിൻ്റെ പ്രകാശത്തിനും ആ മഹാവ്യാഴമാറ്റത്തിൻ്റെ ഒരു ദൃഷ്ടിക്കും ആ മഹാവ്യാഴമാറ്റത്തിൻ്റെ ഒരു മാറ്റത്തിനും വേണ്ടി ജനങ്ങൾ കാത്തിരിക്കുന്ന അത് കോടിക്കണക്കിന് ജനങ്ങളാണ് ഈ പ്രതിഭാസത്തെ അല്ലെങ്കിൽ ഈ മഹാവ്യാഴമാറ്റത്തെ കാണുന്നത്. ഒരു വർഷമാണെങ്കിലും ആ ഒരു വർഷം കൊണ്ട് പുണ്യം നേടാം എന്ന് ചിന്തിക്കുന്ന പല കോടി ജനങ്ങൾ നമ്മളുടെ ഇടയിൽ ഉണ്ട്. ഈശ്വര വിശ്വാസം എന്ന് പറയുന്നത് ദൈവവിശ്വാസം. ഞാൻ തന്നെ മഹാദേവൻ, ഞാൻ തന്നെ പാർവതി, ഞാൻ തന്നെ ഭദ്രകാളി, ഞാൻ തന്നെ ശ്രീരാമൻ, ഞാൻ തന്നെ മഹാവിഷ്ണു, ഞാൻ തന്നെ ഈ പ്രപഞ്ചം എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ് മഹാഗുരുവിൻ്റെ പ്രതിഭാസം എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചം തന്നെ ഞാൻ തന്നെ എന്ന് വിശ്വസിപ്പിക്കുന്ന ഒരു വിസ്മയമാണ് മഹാഗുരുവിൻ്റേത്. മഹാഗുരു എന്ന് പറയുമ്പോൾ നമ്മൾ ഗുരുവിനെ ഉദ്ദേശിക്കുന്നത് വ്യാഴത്തിനെ തന്നെയാണ്. ഈ വ്യാഴം ജാതകത്തിലായാലും പ്രശ്നത്തിലായാലും വ്യാഴം മറഞ്ഞു കഴിഞ്ഞാൽ ദോഷവിധങ്ങൾ പറ്റും എന്നതിൽ യാതൊരുവിധ സംശയമില്ല. അത് ചാരവശാലായാലും ശരി, പ്രശ്നവശാലായാലും ശരി, ജാതകവശായാലും ശരി. പല ജാതകങ്ങളിലും വ്യാഴം തെളിഞ്ഞ ജാതകത്തിൽ വ്യാഴം തെളിച്ചത്തിൽ ഇഷ്ടസ്ഥാനമായിട്ടുള്ള സ്ഥാനങ്ങളിൽ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് അല്ലലില്ലാതെ ജീവിക്കാം. അല്ലലില്ലാത്തവർ ആരും തന്നെ ഇല്ല, ദുഃഖങ്ങൾ അനുഭവിക്കാത്തവരാരും തന്നെ ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷേ എങ്കിലും അവർക്ക് സുവിധപരമായി ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും എന്ന് പറയും. അതേസമയത്ത് ജാതകത്തിൽ തന്നെ വ്യാഴം പിഴച്ചു കഴിഞ്ഞാൽ, വ്യാഴം പിഴാവ് എന്ന് പറഞ്ഞാൽ വ്യാഴം പിഴച്ചു കഴിഞ്ഞാൽ എന്ന് വെച്ച് പറഞ്ഞാൽ വ്യാഴം അനിഷ്ടസ്ഥാനമായിട്ടുള്ള ഇഷ്ടസ്ഥാനമല്ലാത്ത ഭാവത്തിൽ വന്നു കഴിഞ്ഞാൽ ആ ജീവിതത്തിൽ ഒരുപാട് പ്രതിഭാസങ്ങളെയും ഒരുപാട് കഷ്ടപ്പാടുകളെയും ഒരുപാട് ദുഃഖങ്ങളെയും ഒരുപാട് കുടുംബ പ്രശ്നങ്ങളെയും ഒരുപാട് ധനപ്രശ്നങ്ങളെയും ഒരുപാട് കടപ്രശ്നങ്ങളെയും ഒരുപാട് ശത്രുവശങ്ങളായുള്ള പ്രശ്നങ്ങളെയും ദൈവാധീനത്തെയും ബാധിക്കാറുണ്ട് എന്നുള്ളത് സത്യാവസ്ഥയാണ്. പല ജാതകങ്ങളിലും അത് കണ്ടുവരാറുമുണ്ട്. ചില ജാതകങ്ങളിൽ വ്യാഴം നിൽക്കുന്നത് 3-ലായിരിക്കും, ചില ജാതകങ്ങളിൽ നിൽക്കുന്നത് 6-ലായിരിക്കും, ചില ജാതകങ്ങളിൽ 8-ലായിരിക്കും, ചില ജാതകങ്ങളിൽ 12-ലായിരിക്കും എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭാവങ്ങളിൽ വ്യാഴം നിന്നു കഴിഞ്ഞാൽ ആ ജാതകക്കാരന് ചില കാലഘട്ടങ്ങളിൽ അതായത് ദശാകാല അപഹാരകാലങ്ങളിൽ ഗുണവും അല്ലാത്ത പക്ഷങ്ങളിൽ വളരെ ദോഷങ്ങൾ അനുഭവിക്കുകയും, അതായത് ഒരു കയറ്റം നല്ലൊരു കയറ്റം കഴിഞ്ഞ് ആൾ ഒരു ലെവലിലേക്ക് വന്നു എന്ന് കാണുന്ന സമയത്ത് പിന്നീട് പോണത് അങ്ങനെ താഴോട്ടായിരിക്കും. ആ താഴോട്ട് പോകുന്നതിൻ്റെ പ്രതിഭാസം എന്താ വെച്ച് പറഞ്ഞാൽ വ്യാഴൻ അവിടെ പ്രത്യക്ഷത്തിൽ രക്ഷിക്കുന്നില്ല എന്നല്ല, അവിടെ ബലഹീനനാണ്. വ്യാഴം തെളിയാത്ത കാരണം കൊണ്ടാണ് താഴോട്ട് പോകുന്നത്. പിന്നെ ഏകദേശം ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അവമാനങ്ങളും അല്ലെങ്കിൽ ഒരുപാട് ദുഃഖങ്ങളും സഹിച്ചിട്ടായിരിക്കും വീണ്ടും ഒരു കരപയറ്റി വരുന്നത്. നമ്മൾ ഓരോരോ ദശാകാലങ്ങളിലും സൂര്യദശ തൊട്ട് ശുക്രദശ വരയ്ക്കും ഓരോരോ കാലഘട്ടങ്ങളിലും ഓരോരോ അപഹാരനാഥന്മാരുടെ ഇഷ്ടസ്ഥാനങ്ങൾ അടിസ്ഥാനപരമായിട്ടാണ് ദശാകാലങ്ങൾ കണക്കാക്കുന്നത്. ആ ദശാകാലങ്ങളിൽ അപഹാരനാഥന്മാർ എങ്ങനെയുണ്ടാവുന്നുവോ അതിനനുസരിച്ചായിരിക്കും ഫലം വരുന്നത്.
ആ അപകാരനാഥന്മാരെ അതിജീവിച്ച് പോകുന്നത് മഹാപ്രതിഭാസം തന്നെയാണ്. പല ജാതകങ്ങളിലും വ്യാഴം അപൂർവപരമായിട്ട് ജാതകത്തിൽ അപൂർവപരമായിട്ട് തന്നെ ചില ജാതകങ്ങളിൽ അനിഷ്ടസ്ഥാനമായ 3, 6, 8, 12 ഭാവങ്ങളിൽ നിന്നിട്ടുള്ള ജാതകങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ ജാതകകാരൻ തികച്ചും ഒരു മഹാവിഷ്ണു അല്ലെങ്കിൽ ഒരു ഗുരുവായൂരപ്പൻ അല്ലെങ്കിൽ ശ്രീരാമഭക്തൻ, ഒരു ശ്രീകൃഷ്ണ ഭക്തനായിട്ട് കണ്ടുവരാറുണ്ട്. അത് അതിശയിപ്പിക്കുന്ന ഒരു മഹാപ്രതിഭാസമാണ്. ആ ഭക്തൻ അറിയാതെയാണ് അവിടെ ചെന്നെത്തുന്നത്. അല്ലാണ്ട് അറിഞ്ഞുകൊണ്ട് എത്തുന്നതല്ല. അവിടേക്ക് എത്തിക്കുകയാണ്. ആ ജാതകം ശരിക്കും പരിശോധിച്ചു കഴിഞ്ഞാൽ അംസകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ, അംസകത്തിൽ പറഞ്ഞാൽ ജാതകത്തിൽ 2 വശങ്ങളുണ്ട്, ഗ്രഹസ്ഥിതിയും നവാംശവും. പിന്നെ ഭാവം പറഞ്ഞ വേറൊരു ഭാവമുണ്ട്. ഈ ഭാവത്തിൽ നോക്കിക്കഴിഞ്ഞ് പറഞ്ഞാൽ അറിയാം. ചില ജാതകങ്ങളിൽ ഉദാഹരണത്തിന് 6-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം ഭാവത്തിൽ 5-ാം ഭാവത്തിലായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ വ്യാഴം 5-ൽ നിന്ന് മാറിയിട്ട് ഏകദേശം ദിവസങ്ങളെ ആയിട്ടുള്ളൂ, മാസങ്ങളല്ല, ദിവസങ്ങളായിട്ടുള്ളൂ. ഒരു മാസം തികഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ 5-ാം ഭാവത്തിൽ നിൽക്കുന്നതിൻ്റെ ഫലമാണ് അവിടെ ഈ മഹാവിഷ്ണുവിൻ്റെ ഭക്തനായി മാറുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. എന്നിരുന്നാലും അവർക്കും ഈ കഷ്ടകാലം വരാറുണ്ട്. കാരണം നിൽക്കുന്ന സ്ഥാനം തന്നെയാണ് പ്രധാനം. അവിടെ അംസകത്തിൻ്റെ സ്ഥാനത്തിനോ അംസക സ്ഥാനം വെച്ചിട്ടാണ് ഭാവം കണക്കാക്കുന്നത്. അപ്പം നവാംസകം എന്ന് പറഞ്ഞാൽ 9-ാം നവാംസകത്തിൽ എത്തിയാലേ ഒരു ഗ്രഹം അടുത്ത സ്ഥാനത്തേക്ക്, അടുത്ത രാശിയിലേക്ക് മാറുന്നുള്ളൂ, അല്ലെങ്കിൽ അടുത്ത ഭാവത്തിലേക്ക് മാറുന്നുള്ളൂ. 8-ാം നവാംശത്തിൻ്റെ ലാസ്റ്റിലാവുമ്പോഴാണ് ഈ പ്രതിഭാസം വരുന്നത്. 8-ാം നവാംശത്തിൻ്റെ ലാസ്റ്റ് വരുന്ന സമയത്താണ് ഈ പ്രതിഭാസം വരുന്നത്. കാരണം 6-ൽ നിൽക്കുന്ന പ്രതീതിയും 5-ൽ നിൽക്കുന്ന പ്രതീതി, ഭാവത്തിൽ 5-ൽ നിൽക്കുന്ന പ്രതീതിയായിട്ട് വരുന്നത്. അങ്ങനെയുള്ളൊരു പ്രതിഭാസം ജാതകത്തിൽ കാണാറുണ്ട്. അതുപോലെ തന്നെ പ്രശ്നരാശിയിൽ നമ്മൾ പ്രശ്നം വെച്ച് നോക്കുന്ന സമയത്ത് ജാതകത്തിൽ പല ജാതകങ്ങളും, ഇപ്പോൾ ഭാര്യൻ്റെ ജാതകം നോക്കി, ഭർത്താവിൻ്റെ ജാതകം നോക്കി, 2 പേർക്കും വളരെ ഗുണാനുഭവങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് അതിൻ്റെ ഫലങ്ങളൊന്നും അനുഭവിക്കുന്നില്ല എന്നതാണ് സാരം. അവിടെയാണ് കരവിരുദ്ധനായിട്ടുള്ളതും ചിന്താമോഹനായിട്ടുള്ളതും ഈശ്വരഭക്തനുമായിട്ടുള്ള ഒരു ജ്യോതിഷൻ്റെ അല്ലെങ്കിൽ ഒരു ഗുരുനാഥൻ്റെ, ഒരു ദൈവജ്ഞൻ്റെ ഒരാവശ്യം വരുന്നത്. ആ ആവശ്യപ്രകാരം അയാൾ ഭഗവാൻ ഇഷ്ടദൈവമായിട്ടുള്ള ഭഗവാന്മാരെ വിളിച്ചുകൊണ്ട് ഒരു പിടി കവടി നിരത്തി ഭഗവാന്മാരെ വിളിച്ചുകൊണ്ട് രാശി വെച്ച് നോക്കുമ്പോൾ അവിടെ സർവേശ്വരനായിട്ടുള്ള വ്യാഴം മറഞ്ഞു നിൽക്കുന്നുണ്ടാവും. അപ്പോൾ സർവേശ്വരനാം ദിശനേസി അസ്ഥി സാന്നിധ്യമാസ്മ ദിശനെ അനുകൂലേ പ്രായേ അനുകൂലേ സകലാച്ച ദേവ. ആ ഗ്രഹത്തിന് മാത്രമല്ല, ദൈവാനുഗ്രഹം പൊതുവില്ല എന്നുള്ളതാണ് പറയുന്നത്. ദൈവാനുഗ്രഹം പൊതുവില്ലാത്ത ഒരു ജാതകകാരന് അല്ലെങ്കിൽ ഒരു ലഗ്നാധിപന് ഈശ്വരാധീനം നഷ്ടപ്പെട്ട സമയമാണ്. അത് കാരണം കൊണ്ട് ആ രാശി വശാൽ എന്തെങ്കിലും ദോഷം കാണും. ആ ദോഷമാണ് പ്രശ്നത്തിലൂടെ നമ്മൾ ചികഞ്ഞെടുക്കുന്നതും ചിന്തിക്കുന്നതും. ദേവപ്രശ്നമായാലും അഷ്ടമംഗല്യ പ്രശ്നമായാലും താമ്പൂല പ്രശ്നമായാലും താൽക്കാലിക പ്രശ്നമായാലും ചിന്തിക്കുന്നത് എങ്ങനെയാണ്. അപ്പോൾ അവിടെ നമ്മൾ നോക്കുമ്പോൾ ബാധകാസ്ഥാനം, രിപുകൃതബാധാസ്ഥാനം, അതുപോലെ ആത്മാവിൻ്റെ സ്ഥാനം, പിതൃസ്ഥാനം, മാതൃസ്ഥാനം, ധർമ്മദൈവസ്ഥാനം, ഇവർക്ക് ആർക്കാണ് കോപമുള്ളത് എന്നുള്ളത് ചിന്തിക്കും. അങ്ങനെ ചിന്ത കൽപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന കാരണം കൊണ്ടാണ് ഈ ജാതകകാരന് ദൈവാധീനം കുറഞ്ഞിരിക്കുന്നതും ആ ജാതകത്തിൻ്റെ ഫലം അനുഭവിക്കാതിരിക്കുന്നതും. അതിന് പരിഹാര മാർഗങ്ങളായി പലവിധ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലേക്കും ശ്രീരാമ ക്ഷേത്രങ്ങളിലേക്കും ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലേക്കും പരിഹാരമായി ദിവസപൂജ, ത്രികാലപൂജ, പാൽപ്പായസ നൈവേദ്യം, മഞ്ഞപ്പട്ട്, തുളസിമാല, തൃക്കൈവെണ്ണ, അങ്ങനെ പലവിധ
ചുറ്റുവിളക്ക്, അങ്ങനെ പലവിധ വിധത്തിലുള്ള അവനവന് ശക്തപരമായിട്ടുള്ള ഒരു പ്രതിഭാസം വെച്ച് രാശി വെച്ച് നോക്കി ഒഴിവ് നോക്കിയിട്ടും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചില ആവാഹനങ്ങൾ വേണ്ടി വരും. ചിലപ്പോൾ ആഭിചാര ദോഷങ്ങളുണ്ടാവും, ചിലപ്പോൾ ദുർമരണങ്ങൾ മറിഞ്ഞവൻ്റെ ആത്മാവിൻ്റെ ശാന്തി കിട്ടാത്ത ദോഷങ്ങളുണ്ടാവും, ചിലപ്പോൾ ധർമ്മദൈവത്തിൻ്റെ കോപമുണ്ട്, കുടുംബദൈവത്തിൻ്റെ ദോഷങ്ങളുണ്ടാവും. അപ്പോൾ അതിന് പരിഹാരമായി നിയമം തേടേണ്ടി വരും എന്നുള്ള പറയുന്നത്. ഇപ്പോൾ ഇതൊക്കെ പറയാൻ കാരണം വെച്ച് പറഞ്ഞാൽ വ്യാഴത്തിന് ഇത്രയും പ്രശസ്തി ഉണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. പ്രേക്ഷകർ മനസ്സിലാക്കാനും മനസ്സിലിരുത്താനും ചിന്തിക്കാനും ചെയ്യാനും ദൈവത്തിൽ അർപ്പിക്കുവാനുള്ള ഒരു വാർത്തയായിട്ട് അല്ലെങ്കിൽ വിവരണമായിട്ട് ഞാൻ പറഞ്ഞു തരികയാണ് എന്ന് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഈ വ്യാഴമാറ്റത്തിൽ പ്രതിധ്വനിക്കാൻ വരുന്ന ഇഷ്ടഭാവത്തിൽ വരുന്ന രാശികൾ ആദ്യം തന്നെ പറയട്ടെ, ഇടവരാശിക്കാർക്ക് വളരെ അനുകൂലപരമായിട്ട് കുടുംബസ്ഥാനമായിട്ടുള്ള ധനം, കുടുംബം, വാക്ക്, ഇതാണ് ധനം, കുടുംബം, വാക്കിൻ്റെ സ്ഥാനമാണ് രണ്ടാം ഭാവം. ഒരു രണ്ടാം ഭാവത്തിൻ്റെ അധിപൻ ആരാണ് എന്ന് ചോദിച്ചു പറഞ്ഞാൽ അതിൻ്റെ കുടുംബസ്ഥാനാധിപനാണ്. ഒരു കുടുംബം ഭരിക്കണമെങ്കിൽ രണ്ടാം ഭാവാധിപൻ അയാളുടെ കയ്യിലാണ് നിൽക്കുന്നത്. ആ രണ്ടാം ഭാവത്തിലേക്കാണ് ഇടവൻ രാശിക്കാർക്ക്, ഇടവക്കൂറുകാർക്ക് മകീരത്തിൻ്റെ ആദ്യത്തെ പകുതി ഭാഗവും രോഹിണിയും അതായത് കാർത്തികയുടെ അവസാനത്തെ മുക്കാൽ ഭാഗവും രോഹിണി മകീരത്തിൻ്റെ ആദ്യത്തെ പകുതി ഭാഗവും കൂടി ചേരുന്ന ഇടവക്കൂറുകാർക്ക് ഈ രണ്ടാം ഭാവത്തിൽ വ്യാഴം വരുന്നത് വളരെ ഉചിതപരമായിട്ടുള്ള സ്ഥാനമാണ്. ധനത്തിന് കുറവുണ്ടാവില്ല, ധനവരവുണ്ടാവും, നല്ല നല്ല സംഭാഷണങ്ങൾ, വർത്തമാനം പറയും, ചീത്ത വർത്തമാനങ്ങൾ പറഞ്ഞവരടക്കം നല്ല വർത്തമാനങ്ങൾ പറയും, നല്ല സംഭാഷണ ചാതുര്യം ഉണ്ടാവും, നമ്മുടെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനങ്ങളുണ്ടാവും. അതുപോലെ ധനം വരുവാനുള്ള സാധ്യതകൾ കൂടുതലുണ്ടാവും. ധനപ്പുഴക്കങ്ങൾ പറഞ്ഞാൽ കൂടുതൽ ധനങ്ങൾ വരുവാനുള്ള സാധ്യത ഉണ്ടാവും. നമുക്ക് വരാനുള്ള ധനങ്ങൾ കിട്ടാനുള്ള സാധ്യതകൾ ഉണ്ടാവും. വാക്കിൻ്റെ പ്രവർത്തികൾ കൊണ്ട് ജീവിക്കുന്നവർ, വാക്കുകൾ കൊണ്ട് ജീവിക്കുന്നവർ, ഞാനടക്കം വാക്കുകൾ കൊണ്ടാണ് ജീവിക്കുന്നത്. അതുപോലെ തന്നെ വക്കീലന്മാരുണ്ട്, പ്രഭാഷകന്മാരുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്. അവരൊക്കെ വാക്കുകൾ കൊണ്ടാണ്, അല്ലെങ്കിൽ പ്രവാചകം കൊണ്ടാണ്, പ്രഭാഷണം കൊണ്ടാണ് അവരുടെ തൊഴിൽ മാർഗം എന്നാണ് പറയുന്നത്. അവർക്കെല്ലാം വളരെ ഉചിതപരമായിട്ടുള്ളൊരു സമയമാണ് രണ്ടാം ഭാവം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ പഠനം നേടാൻ പറ്റിയ വളരെ ഉചിതപരമായിട്ടുള്ളൊരു സമയം കൂടിയാണ് രണ്ടാം ഭാവം. ഈ രണ്ടാം ഭാവത്തിലാണ് ഇടവക്കൂറുകാർക്ക് രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത്. അപ്പോൾ കുടുംബത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാവും, ആഹ്ലാദം തിരതല്ലും, സന്താനങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാവും, വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉത്സാഹം ഉണ്ടാവും, MBBS മറ്റുള്ള വൻകിട സിവിൽ സർവീസും എഴുതി നീറ്റിനും മറ്റുള്ളവർക്കൊക്കെ എഴുതുന്നവർക്കെല്ലാം അനുകൂല സ്ഥിതികൾ ഈ വർഷത്തിലുണ്ടാവും എന്നൊക്കെ പറയാൻ പറ്റും എന്നുള്ളതാണ് ചുരുക്കത്തിൽ പറയുന്നത്. ഈ രണ്ടാം ഭാവം വളരെ ഉചിതപരമായിട്ടുള്ളൊരു സ്ഥാനമാണ് എന്ന് തന്നെ പറയാം. അപ്പോൾ ഇടവക്കൂറുകാർക്ക് വളരെ അനുകൂലപരമായിട്ടുള്ളൊരു സമയമാണ്. ധനമുണ്ടാവും, സമ്പത്തുണ്ടാവും, സഫലങ്ങളുണ്ടാവും, ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ പറ്റും, ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കാൻ പറ്റും, അവനവൻ എന്തൊക്കെ ആഗ്രഹിക്കുന്നുവോ അതെല്ലാം സഫലീകരിക്കുവാൻ പറ്റും എന്നൊക്കെയാണ് പറയുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത് വർത്തമാന സംഭവമായിട്ടുള്ളതും കുടുംബപരമായിട്ടുള്ളതും വിദ്യാസമ്പന്നമായിട്ടുള്ളതും അധ്യാപകർക്കും വളരെ ഗുണകരമായിട്ടുള്ളതും എല്ലാം ഉള്ളിയായിട്ടുള്ള ഇതാണ് പറയുന്നത്. പിന്നെ ഇടവൻ രാശി കഴിഞ്ഞാൽ അടുത്തത് ഏറ്റവും ഉചിതപരമായിട്ട് വരുന്നത് ചിങ്ങക്കൂറുകാർക്കാണ്. ചിങ്ങക്കൂറുകാർക്ക് സർവാഭീഷ്ടകാമോ ജ്യേഷ്ഠപാതം സർവ ഐശ്വര്യങ്ങളും പ്രതിദാനം ചെയ്യുന്ന 11ാം ഭാവമായ ലാഭസ്ഥാനത്തിലാണ് വ്യാഴം വരുന്നത്. ആ ലാഭസ്ഥാനത്തിൽ വ്യാഴം വരുമ്പോൾ ധനത്തിൻ്റെ ഒരുപാട് കളികൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം, ഒരു ദിവസത്തെ കൂലി 1000 രൂപ അല്ലെങ്കിൽ ഒരു മാസത്തെ സാലറി 1,00,000 രൂപ എന്നുണ്ടെങ്കിൽ ആ സാലറി തന്നെ നമുക്ക് കിട്ടുകയുള്ളൂ.
പക്ഷേ ആ സാലറിക്കൊപ്പം നമ്മൾക്ക് എന്തെങ്കിലും പാരിതോഷികപരമായിട്ടോ എക്സ്പെൻഡിൻ്റായിട്ടോ ഇൻഡസ്ട്രീവായിട്ടോ ഇൻസെൻറ്റീവായിട്ടോ ഒക്കെ വന്നിട്ട് പണം കിട്ടുവാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് പറയുന്നത്. ബിസിനസ്സുകാർക്കാണെങ്കിൽ പറയേണ്ട ആവശ്യമില്ല. അതായത് ഒരു ബിസിനസ് നടക്കുന്ന സമയത്ത് ആ ബിസിനസ്സുകാരന് ഇതുകൊണ്ട് ഇത്ര നേട്ടം ഉണ്ടാകുമെന്ന് വെച്ച് പറഞ്ഞാൽ അതിൻ്റെ ഡബിളായിരിക്കും നേട്ടം വരുന്നത്. അതുപോലെ തന്നെ സർവ്വ ഐശ്വര്യങ്ങളും പ്രതിദാനം ചെയ്യുന്ന സ്ഥാനമാണ്. സർവ്വ ഐശ്വര്യങ്ങളും പറഞ്ഞാൽ സൗഭാഗ്യങ്ങൾ എന്ന് പറയാം. സൗഭാഗ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഭവനം, വാഹനം, അലങ്കാര സംബന്ധമായിട്ടുള്ള വസ്തുതകൾ, ആഭരണ സംബന്ധമായിട്ടുള്ള വസ്തുതകൾ, സ്വർണ്ണ ശേഖരണങ്ങൾ, വസ്ത്രശേഖരണങ്ങൾ, വജ്രശേഖരണങ്ങൾ, വില കൂടിയ ഫർണിച്ചറുകൾ, വില കൂടിയ അതായത് ധനസംബന്ധമായിട്ട് ഏറ്റവും പുരോഗമനപരമായിട്ട് ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ 1 പവൻ സ്വർണം എടുക്കാൻ പോകുന്നവൻ 3 പവൻ സ്വർണം എടുത്തിട്ട് വരുന്ന ഒരവസ്ഥയായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് ചുരുക്കത്തിൽ പറയുന്നത്. അപ്പോൾ മറ്റൊരു വ്യക്തി ഒരു ഫർണിച്ചർ വാങ്ങിക്കാൻ പോകുന്ന വ്യക്തി 50,000 ഉറുപ്പിൻ്റെ ഒരു ഫർണിച്ചർ വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ 1,00,000 വാങ്ങിച്ചു തരും. കാരണം അതിനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടാവും. അല്ലെങ്കിൽ അവരെന്നെ പറയും കൊണ്ടുപോയിക്കോളൂ, നാളെ മറ്റന്നാളെ കൊണ്ടുവന്നാൽ മതി, അല്ലെങ്കിൽ അടുത്ത ആഴ്ച കൊണ്ടുവന്നാൽ മതി എന്ന് പറയുന്നൊരു ഘട്ടം ഉണ്ടാവും. പക്ഷെ അത് കൊടുക്കാനും പറ്റും, തിരിച്ച് കൊടുക്കാനും പറ്റും എന്നുള്ളതാണ് അവിടെ വസ്തുത. അങ്ങനെയുള്ളൊരു സ്ഥാനത്താണ് വ്യാഴം ചിങ്ങൻ രാശിയുടെ 11ാം ഭാവത്തിൽ വന്നിരിക്കുന്നത്. അത് സർവ്വ ഐശ്വര്യങ്ങളും കൊണ്ട് കൊടുക്കുന്ന പറയുന്നത്. അതുപോലെ തന്നെ ഇത് ലാഭസ്ഥാനത്തായ കാരണം കൊണ്ട് തന്നെ മഹാഭാഗ്യവശാൽ ധനം വന്ന് ചേരുവാനുള്ള സാധ്യതയുണ്ട്. മഹാഭാഗ്യവശാൽ ധനം വന്ന് ചെയ്ത് പറഞ്ഞാൽ ഭാഗ്യം കൊണ്ട് ധനം കിട്ടുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വ്യക്തി പറയണം, എനിക്കിന്നൊരു കാര്യം സാധിച്ചു തരണം, ആ സാധിച്ചു തന്നു കഴിഞ്ഞ് പറഞ്ഞാൽ ഞാൻ ഇത്ര രൂപ നിങ്ങൾക്ക് തരാം എന്ന് പറയണം. അപ്പോൾ ഈ പറയുന്ന വ്യക്തിക്ക് ചിലപ്പോൾ അത് സാധിച്ചു തരാൻ പറ്റുമില്ലയോ എന്നറിയില്ല. എന്നിരുന്നാലും അയാളൊന്ന് ശ്രമിച്ചു നോക്കുന്നു. ഈ ചിങ്ങൻ രാശിയിൽപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ കാര്യം പറയണം. അയാളത് വെറുതെ വർത്താനം പറയുന്നു, പെട്ടെന്ന് സാധിക്കുന്നു. അപ്രത്യക്ഷപരമായിട്ട് ഭാഗ്യം കൊണ്ട് കിട്ടുന്നത് പറയാം. പിന്നെയുള്ള ഭാഗ്യം നമ്മളുടെ ഭാഗ്യക്കുറി അല്ലെങ്കിൽ ലോട്ടറി ടിക്കറ്റ് എന്നാണ് പറയുന്നത്. ലോട്ടറി ടിക്കറ്റ് അടിക്കാനുള്ള സാധ്യതയും ഇതിലുണ്ട്. തീർച്ചയായിട്ടും ഈ ജാതകക്കാരന് ലോട്ടറി അടിച്ചിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല എന്ന് പറയുന്നത്. കാരണം ലാഭസ്ഥാനമായിട്ടുള്ള, അതായത് നമ്മുടെ കയ്യിൽ നിന്ന് 100 രൂപ മുടക്കിയാൽ 150, 125, 200 കിട്ടണം എന്നുള്ളതാണ് പറയുന്നത്. അത് എപ്പോഴുമല്ല. ഇപ്പോൾ ഇന്നേക്ക് 100 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തു, 200 കിട്ടി, അല്ലെങ്കിൽ 500 കിട്ടി, നാളേക്കും അതുപോലെ എടുത്തു, അങ്ങനെയല്ല പറയുന്നത്. പക്ഷെ കിട്ടേണ്ട സമയത്ത് അത് കിട്ടും, ഒരുമിച്ച് കിട്ടും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയമാണ് ചിങ്ങൻ രാശിക്കാർക്ക് ലാഭസ്ഥാനമായ 11ാം ഭാവത്തിൽ നിൽക്കുന്നത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അപ്രതീക്ഷിതപരമായിട്ടുള്ള ധനലാഭം പ്രതീക്ഷിക്കാവുന്നവർക്ക് കൂടുതലാണ്. അതുപോലെ സ്വർണ്ണാഭരണ ബിസിനസ്സിൽ രംഗത്ത് സ്വർണത്തിൻ്റെ കാരകനാണ് വ്യാഴം. വൻ നേട്ടങ്ങളാണ് വരാൻ പോകുന്നത്. സ്വർണ്ണ ബിസിനസ് രംഗത്ത് വൻ നേട്ടങ്ങളാണ്. അതായത് 100 ടണ്ണ് സ്വർണ്ണമായിട്ട് ഇരിക്കുന്നവൻ്റെ കയ്യിൽ അത് ഈ വ്യാഴമാറ്റത്തോടുകൂടി 200 ടണ്ണായി മാറും എന്നുള്ളതാണ് പറയുന്നത്. അതല്ലെങ്കിൽ 1 ഗ്രാം സ്വർണ്ണമായിട്ട് ഇരിക്കുന്നവൻ അരപ്പവനായിട്ട് മാറും എന്നുള്ളതാണ് പറയുന്നത്. അപ്പം പിന്നെ ഫൈനാൻസാണ്. ഫൈനാൻസ് പറഞ്ഞാൽ ധനത്തിൻ്റെ കാരകനാണ് വ്യാഴം. ഫൈനാൻസ് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം പല വിധത്തിലുള്ള ഫൈനാൻസ് സംബന്ധമായിട്ടുള്ള വരുമാന വർധനവുണ്ടാവും. ഉദാഹരണത്തിന് ഫൈനാൻസ് സംബന്ധമായിട്ട് പലിശയ്ക്ക് കൊടുക്കുന്നവരാണെങ്കിലും, പേഴ്സണൽ ലോൺ കൊടുക്കുന്നവരാണെങ്കിലും, ഇൻസെൻറ്റീവ് മറ്റ് സംബന്ധമായിട്ട് കൊടുക്കുന്നവരാണെങ്കിലും അവർക്ക് അപ്രതീക്ഷിതപരമായിട്ടുള്ള വരുമാനം കിട്ടിക്കൊണ്ടേയിരിക്കും. മുടക്കം വരില്ല എന്നുള്ളതാണ് പറയുന്നത്. മുടക്കം വരില്ല, അവർ കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷേ വ്യാഴമാറ്റം കഴിഞ്ഞാൽ ചിലപ്പോൾ തടയും, അത് പറയാൻ പറ്റില്ല. പക്ഷേ എന്നിരുന്നാൽ ഈ സമയത്ത് അത് പ്രതീക്ഷിക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഐശ്വര്യ അഭിവൃദ്ധി പ്രതിദാനം ചെയ്യുന്ന ചിങ്ങൻ രാശിക്കാർക്ക് അത് വളരെ ഗുണകരമായിട്ട് വരുന്ന പറയുന്നത്. അത് വിട്ടുകഴിഞ്ഞാൽ അടുത്ത രാശി വരെ തുലാരാശിയാണ്. തുലാരാശിക്ക് 9ാം ഭാവമായിട്ടുള്ള ഭാഗ്യസ്ഥാനത്താണ് വ്യാഴം സ്ഥിതി ചെയ്യുന്നത്. ഭാഗ്യസ്ഥാനം വളരെ ഗുണമാണ്. ഭാഗ്യസ്ഥാനത്തിൽ വ്യാഴം, അത് അതായത് ജാതകത്തിലായാലും പ്രശ്നത്തിലായാലും ചാരവസായാലും 9ൽ
ശുഭഗ്രഹം നിന്ന് കഴിഞ്ഞാൽ ബുധൻ, ശുക്രൻ, വ്യാഴം, ഇതാണ് ശുഭഗ്രഹം. ഈ 9 ശുഭഗ്രഹം നിന്ന് കഴിഞ്ഞാൽ എല്ലാറ്റിനും പരിഹാരമാണ് എന്ന് പറയുന്നത്. എല്ലാറ്റിനും പരിഹാരം. എത്ര ദോഷവശങ്ങളുണ്ടെങ്കിലും പരിഹാരമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ 9ാം ഭാവമായിട്ടുള്ള ഭാഗ്യം, ധർമ്മം, ദയ, പുണ്യ, തപസ്താച്ച സുജാത്മജ എന്ന് പറയുന്നത്. ഭാഗ്യമുണ്ടാവും, ധർമ്മവും ഉണ്ടാവും, എല്ലാം നമ്മളെ തേടിയെത്തും പറയുന്നത്. ഭാഗ്യം തേടിയെത്തും, ധർമ്മം ചെയ്യാനുള്ള മനസ്സതി ഉണ്ടാവും, പുണ്യകർമ്മങ്ങൾ ചെയ്യാനുള്ള ശ്രദ്ധ ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പുണ്യകർമ്മങ്ങൾ ഈ സമയത്തായിരിക്കും നമ്മൾക്ക് അനുഭവത്തിൽ വരിക എന്നൊക്കെ പറയുന്നത്. അതുപോലെ പിതൃക്കന്മാരുടെ, ഗുരുക്കന്മാരുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാവും. ഇതിൽ മീതെ എന്ത് വേണം? എന്ന് പറയുന്നത്. അപ്പോൾ 9ാം ഭാവമായിട്ടുള്ള ഭാഗ്യസ്ഥാനം നിൽക്കുമ്പോൾ ഭാഗ്യവശാൽ പലതും സംഭവിക്കും. ഈ കൂട്ടർക്ക് ഞാൻ ഉറപ്പായിട്ട് പറയും, ഈ കൂട്ടർക്ക് ഭാഗ്യവശാൽ ധനം ചുരുങ്ങിയത് 10 ലക്ഷം ഉറുപ്പിൻ്റെ മേലെയെങ്കിലും, ചുരുങ്ങിയത് പറയുന്നത്, അത് ഓരോരുത്തരുടെ ഭാഗ്യമാരുണ്ട്, 10 ലക്ഷം ഉറുപ്പിൻ്റെ മേലെയെങ്കിലും വരുമാന മാർഗം ഈ 10 മാസത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാവും എന്നൊരു യാതൊരുവിധ സംശയമില്ലാത്ത കാര്യം. അപ്രതീക്ഷിതപരമായിട്ടുള്ള യാത്ര കൊണ്ട് കോടികളുണ്ടാക്കും. അപ്രതീക്ഷിതപരമായിട്ടുള്ള ബിസിനസ്സുകൾ കൊണ്ട് പെട്ടെന്നുണ്ടാവും. പെട്ടെന്നൊരു ഒരാളെ കാണുന്നു, വർത്തമാനം പറയുന്നു, ബിസിനസ്സിലേക്ക് കടക്കുന്നു, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, അടുത്ത ആഴ്ച തന്നെ ബിസിനസ് ഓപ്പൺ ചെയ്യുന്നു, പണം വരുന്നു, എക്സ്പോർട്ടിങ്ങോ അല്ലെങ്കിൽ ഇമ്പോർട്ടിങ്ങോ ചെയ്യുന്നു. പെട്ടെന്നായിരിക്കും നടക്കുന്നത്. അങ്ങനെയുള്ളൊരു സമയമാണ്. അതാണ് ഭാഗ്യം എന്ന് പറയുന്നത്. ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴത്തിനെ കൊണ്ടുള്ള ഗുണങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഭാഗ്യം കൊണ്ട് പലവിധ ഗുണങ്ങളും ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഈ കൂട്ടർക്ക് തീർച്ചയായും ഞാൻ 10 ലക്ഷത്തിന് മേലെ എന്ന് പറയുമ്പോൾ ഈ ഫസ്റ്റ് പ്രൈസ്, ലോട്ടറിൻ്റെ ഫസ്റ്റ് പ്രൈസ് അടിക്കാനുള്ള യോഗം 110%. 110% പറഞ്ഞാൽ 1000-ൽ 100% എന്നല്ല പറയുന്നത്. 1000-ൽ 10% ആൾക്കാർക്ക് ലോട്ടറി അടിച്ചിരിക്കും. 110 അല്ല, 1000-ൽ 10% ആൾക്കാർക്ക് ഫസ്റ്റ് പ്രൈസ്, ഇത് ഞാൻ ഉറപ്പായിട്ടുള്ള കാര്യമാണ് പറയുന്നത്, ഫസ്റ്റ് പ്രൈസ് അടിച്ചിരിക്കും. ആ ഫസ്റ്റ് പ്രൈസ് 1000-ൽ 10 എന്ന് പറയാൻ കാരണം എന്താ പറഞ്ഞാൽ അതിൽ ജാതകത്തിൽ ഉചിതപരമായിട്ടുള്ള സമയമായിരിക്കണം, അപഹാരകാലം നന്നായിരിക്കണം. എന്നിരുന്നാലേ അയാളെ തേടി ഭാഗ്യം തേടിയെത്തുകയുള്ളൂ. അയാൾ ഭാഗ്യത്തെ തേടി പോകേണ്ട ആവശ്യമില്ല, അയാളെ തേടി ഭാഗ്യം എത്തുമെന്നാണ് പറയുന്നത്. വീട്ടിൽ നിന്നും വെളിയിലിറങ്ങാൻ പറ്റാത്ത ഒരു വ്യക്തിയാണെങ്കിൽ വീട്ടിൽ കൊണ്ട് കൊടുക്കും ടിക്കറ്റ്. അയാളുടെ പൈസ ഉണ്ടെങ്കിൽ പൈസ കൊണ്ട് കൊടുക്കും, അല്ലെങ്കിൽ ആരോടെങ്കിലും വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെയുള്ളൊരു അനുഭവമാണ് 9ാം ഭാവത്തിൽ ഭാഗ്യം എന്ന് പറയുന്നത്. അതുപോലെ ഗുരുക്കന്മാരുടെ അനുഗ്രഹങ്ങൾ ഒരുപാടുണ്ടാവും. ദൈവാനുഗ്രഹം വർദ്ധിക്കും. അമ്പലത്തിൽ പോകേണ്ട ആവശ്യം കൂടി ഇല്ല എന്നർത്ഥം. പക്ഷെ എന്നിരുന്നാലും പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കുവാനുള്ള അവസരങ്ങൾ ഇഷ്ടം പോലെ കിട്ടുന്ന പറയുന്നത്. പുണ്യക്ഷേത്രങ്ങൾ വെച്ച് പറഞ്ഞാൽ മഹാക്ഷേത്രങ്ങൾ, വലിയ വലിയ ക്ഷേത്രങ്ങൾ, അതായത് പത്മനാഭസ്വാമി ക്ഷേത്രം, ചോറ്റാനിക്കരമ്മ, അതുപോലെ കൊടുങ്ങല്ലൂരമ്മ, കൊടുങ്ങല്ലൂർ ഭഗവതി, അതുപോലെ ആറ്റുകാൽ ഭഗവതി, ഗുരുവായൂരമ്പലം, തിരുപ്പതി മംഗലം, ശ്രീരാമേശ്വരം, കാശി, ഗംഗ, ഇത് അങ്ങനെയുള്ള പുണ്യസ്ഥലങ്ങളും മറ്റുള്ളതും യാത്രകൾ ചെയ്ത് സംതൃപ്തി അടയാനുള്ള സാധ്യത ഈ മഹാഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന 9ാം ഭാവത്തിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. കാര്യങ്ങൾ അവിടം വരെ എത്തും എന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അവർക്ക് ചില ആളുകൾക്ക് വിദേശത്തേക്ക് പോകുന്നതായിരിക്കും ചിന്ത ഉണ്ടാകുന്നത്. വിദേശത്തേക്ക് പെട്ടെന്നായിരിക്കും തീരുമാനിക്കുന്നത്. ഒന്നും മനസ്സുകൊണ്ട് വിചാരിക്കാത്ത കാര്യമായിരിക്കും. വിദേശത്തേക്ക് പോകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു, പെട്ടെന്ന് പറയുന്നു ചിലപ്പോൾ 10 പൈസ കയ്യിലുണ്ടാവില്ല. പോകണമെന്ന് ആഗ്രഹമുണ്ട്, പൈസയില്ല. പോകാൻ പറ്റും നിങ്ങൾക്കൊണ്ട്, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പൈസ എങ്ങനെയെങ്കിലും ശരിയാവും എന്ന് പറയുന്നു. അയാൾ പെട്ടെന്ന് ശരിയാവുന്നു, പെട്ടെന്ന് പോകുന്നു, ഉദ്ദിഷ്ടകാര്യം നടക്കുന്നു. അയാളുടെ ജീവിതം തന്നെ മറിയാൻ പോവുകയാണ്. അങ്ങനെയുള്ളൊരു സന്ദർഭം വരുവാനുള്ള സാധ്യത. ഭാഗ്യം ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ള യഥാർത്ഥ സത്യമാണ്. ഭാഗ്യം ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ, അപ്പോൾ രണ്ടും ഉള്ള സ്ഥാനമാണ്. അപ്പോൾ 9ാം ഭാവത്തിൽ ശുഭഗ്രഹം നിന്ന് കഴിഞ്ഞാൽ ബുധനാണ് ഏറ്റവും അടുത്തത് ശുക്രനാണ്, പിന്നെ വ്യാഴമാണ്. വ്യാഴം 9ൽ നിന്ന് കഴിഞ്ഞാൽ പറയേണ്ട ആവശ്യമില്ല.
വ്യാഴം ജാതകത്തിൽ 9-ൽ നിന്ന് കഴിഞ്ഞു പറഞ്ഞാൽ ജാതകത്തിലുള്ള ദോഷവശങ്ങളെ അടക്കം ഇല്ലാതെയാക്കും എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് പവർഫുള്ളാണ് 9-ാം ഭാവം എന്ന് പറയുന്നത്. 9-ാം ഭാവത്തിന് വളരെ പിതൃസ്ഥാനമാണ്, ഭാഗ്യസ്ഥാനമാണ്, ഗുരുസ്ഥാനമാണ്, ദൈവികപരമായിട്ടുള്ള സ്ഥാനമാണ്. അങ്ങനെയുള്ള ഭാഗ്യസ്ഥാനത്ത് വ്യാഴം തുലാരാശിക്കാർക്കുള്ള കാര്യം പറയുന്നത്. അപ്പോൾ തുലാരാശിക്കാർക്ക് വളരെ ഗുണകരമായിട്ടുള്ള ഒരു അനുഭവം തന്നെ ഈ മഹാവ്യാഴമാറ്റത്തിൽ പ്രകാശത്തോടു കൂടി വർദ്ധിക്കുന്നു പറയുന്നത്. അവരുടെ ശരീരത്തിൽ തന്നെ ഒരു പ്രത്യേകത എനർജി ഉണ്ടാവും, അതുപോലെ തന്നെ നല്ല ധൈര്യമുണ്ടാവും, ആരോഗ്യമുണ്ടാവും, പ്രശസ്തതയുണ്ടാവും, പ്രശസ്തി കിട്ടും, ബഹുമാനങ്ങൾ കിട്ടും, അഭിമാനങ്ങൾ കിട്ടും. അത് ഏത് മേഖലയിലാണെങ്കിലും ആ മേഖലയെ പുറത്ത് വരയ്ക്കും ഉണ്ടാവും. എങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഉദാഹരണത്തിന് ഒരു മന്ത്രിയാണെങ്കിൽ അയാൾക്ക് മഹാസ്ഥാനങ്ങൾ കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് ഒരു പോലീസ് മേധാവിയാണെങ്കിൽ ഏറ്റവും അറ്റത്തുള്ള സ്ഥാനം കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് ഒരു മിലിറ്ററി മേധാവിയാണെങ്കിൽ അയാൾക്ക് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുണ്ട്. അതുപോലെ തന്നെ സിനിമാ മേഖലയിൽ ഏറ്റവും താഴ്ന്നു നിൽക്കുന്ന ചില സ്റ്റാറുകൾ നല്ല പെട്ടെന്നായിരിക്കും ഉയർന്നു വന്ന് സൂപ്പർ സ്റ്റാറായി മാറുന്നത്. അങ്ങനെയുള്ള അനുഭവങ്ങളെല്ലാം ഈ സമയത്തുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഉചിതപരമായിട്ടുള്ള സമയം തന്നെയാണ്. അതുപോലെ വ്യവസായങ്ങൾ ചെയ്യുന്ന ഈ രാശിയിൽപ്പെട്ടിരിക്കുന്ന വ്യവസായങ്ങൾ ചെയ്യുന്നവർക്ക് അധികവും ചിലപ്പോൾ നാശനഷ്ടങ്ങൾ വരാതിരിക്കാൻ സാധ്യതയില്ല. പ്രകൃതിയാണ് ഇതിൻ്റെ ആൾ എന്നിരുന്നാലും പറയും. പ്രകൃതി വരുമ്പോൾ, പ്രകൃതിക്ഷോഭം വരുമ്പോൾ എല്ലാം നശിക്കും എന്നാണ് പറയുന്നത്. എന്നിരുന്നാലും ഈ പറഞ്ഞിരിക്കുന്ന അവർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ബാധിക്കില്ല. അഥവാ ബാധിച്ചിട്ടുണ്ടെങ്കിലും അതിനുള്ള പ്രതിഫലം കിട്ടും എന്നുള്ള യാതൊരു സംശയം ഇല്ല എന്നുള്ള പറയുന്നത്. അതായത് അഥവാ ബാധിച്ചിട്ടുണ്ടെങ്കിലും പ്രതിഫലം ഉടനെ കിട്ടും, അവർക്ക് വൈകിപ്പിക്കില്ല എന്നുള്ള പറയുന്നത്. അതാണ് അവിടെ ഭാഗ്യം എന്ന് പറയുന്നത്. അതാണ് തുലാരാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ പ്രത്യേകത. ഇനി അടുത്ത് വരുന്നത് ധനുരാശിക്കാർക്കാണ്. ധനുരാശിക്കാർക്ക് 7-ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. 7-ാം ഭാവം നിവൃത്തി സ്ഥാനമാണ്, ഉദ്ദിഷ്ടകാര്യം നടക്കുന്ന സ്ഥാനമാണ്, വിവാഹസ്ഥാനമാണ്, യാത്രാസ്ഥാനമാണ്. കാര്യങ്ങൾ ഉദ്ദേശിക്കും, നമ്മൾ ഒരുപാട് കാലങ്ങളായി ഒരു കാര്യം ഉദ്ദേശിക്കും നടക്കുന്നില്ല എന്ന് പറയുന്ന സ്ഥലത്ത് ആ കാര്യം നടക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഒരുപാട് കാലമായി വിവാഹങ്ങൾ ആലോചിക്കും നടക്കുന്നില്ല, അത് നടക്കാൻ പോകുന്ന ഒരു സമയമാണ് വരുന്നത്. അതുപോലെ ഒരുപാട് കാലങ്ങളായി ഒരു യാത്ര പോകണം എന്ന് വിചാരിക്കുന്നു, നടക്കുന്നില്ല, അത് നടക്കാൻ പോകുന്ന ഒരു സമയമാണ് കാണുന്നത്. അതുപോലെ സന്താനങ്ങളില്ലാതെ ഒരുപാട് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന കുറേയേറെ ദമ്പതികളുണ്ടാവും. അവർക്ക് സന്താന ഭാഗ്യങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. അതാണ് ഉദ്ദിഷ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യത സ്ഥാനത്താണ് 7-ാം ഭാവം. 7-ാം ഭാവം കൊണ്ട് നിവൃത്തി സ്ഥാനം, ഭാര്യാസ്ഥാനം, കളത്രസ്ഥാനം, അത് ഭാര്യൻ്റെ സ്ഥാനം കൂടിയാണ് 7-ാം ഭാവം. ഉദ്ദിഷ്ടകാര്യം നടക്കുന്ന സ്ഥാനം കൂടിയാണ് 7-ാം ഭാവം. 7-ാം ഭാവം കൊണ്ട് യാത്രാസ്ഥാനം കൂടിയാണ്. വിദേശ യാത്രയായാലും ദൂരദേശ യാത്രയായാലും ആ യാത്ര കൊണ്ട് ഗുണം കിട്ടുമോ ചോദിച്ചു പറഞ്ഞാൽ തീർച്ചയായിട്ടും ഗുണം കിട്ടും. ഒരു യാത്ര തിരിക്കുക, നമ്മളൊരു യാത്ര തിരിക്കുമ്പോൾ ആ യാത്ര സക്സസ്ഫുള്ളായിട്ട് വരണം, നമ്മൾ പോയ കാര്യം നിറവേറ്റി വരണം എന്നുള്ളത് പറയണം. അത് സാധിക്കുമെന്ന് പറയുന്നത്. ഏറെ കുറേ കടബാധ്യതകളെല്ലാം ഇവർക്ക് മീട്ടുവാൻ പറ്റും. അതുപോലെ തന്നെ ഭർത്താവിൻ്റെ സ്ഥാനമാണ്, ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ സ്ഥാനവും ഭർത്താവിന് ഭാര്യൻ്റെ സ്ഥാനവുമാണ്. അപ്പോൾ ഭർത്താവിന് ശ്രേയസ് ഉണ്ടാവും, ഭാര്യയ്ക്ക് ശ്രേയസ് ഉണ്ടാവും. ഭർത്താവിനാണ് ധനുരാശിയെങ്കിൽ ഭാര്യയ്ക്ക് ശ്രേയസ് ഉണ്ടാവും, ഭാര്യയ്ക്കാണ് ധനുരാശിയെങ്കിൽ ഭർത്താവിന് ശ്രേയസ് ഉണ്ടാവും. സന്താനങ്ങൾക്ക് ശ്രേയസ് ഉണ്ടാവും, സന്താനങ്ങളുടെ കാര്യത്തിൽ അഭിപ്രായം ഉണ്ടാവും, സന്താന കാര്യങ്ങളിൽ വേണ്ടി വളരെ ആകാംക്ഷ ഉണ്ടാവും. എന്നൊക്കെയാണ് ധനുരാശികളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവർക്ക് ഉദ്ദിഷ്ട കാര്യങ്ങളും മഹാസാന്നിധ്യങ്ങളും ധനഭാഗ്യങ്ങളും ധന അഭിവൃദ്ധികളും ധനം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ധനം ആ സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു ചേരുവാനുള്ള സാധ്യതകളും എല്ലാം കിട്ടുമെന്ന് വരുന്ന സാധ്യതയാണ് ധനുരാശിക്കാർക്കുള്ളത്. അപ്പോൾ ധനുരാശിക്കാർക്ക് വളരെ ഗുണകരപരമായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ്, വെളിച്ചമാണ്. അതും കൂടാതെ രാശിയുടെ ഓപ്പോസിറ്റിലാണ് നിൽക്കുന്നത്. രാശിയുടെ ഓപ്പോസിറ്റ് പറയുമ്പോൾ ധനുരാശിയുടെ ഏറ്റവും ഓപ്പോസിറ്റ് 7-ാം ഭാവമാണ്. ആ 7-ാം ഭാവത്തിൽ നിന്നുകൊണ്ട് സ്ട്രൈറ്റ് ടു സ്ട്രൈറ്റ് പറഞ്ഞാൽ മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ്. അതായത് രാശിനെ നോക്കി വ്യാഴം നിൽക്കുന്നു, രാശി വ്യാഴത്തിനെ നോക്കി നിൽക്കുന്നു.
ഫേസ് ടു ഫേസാണ്. അപ്പോൾ ആ രാശിക്കും ബലമുണ്ട്, രാശിനാഥനും ബലമുണ്ട്. രാശിനാഥൻ ആണ്. ഈ രാശിനാഥൻ ആരാണ്? ഇതിൻ്റെ രാശിൻ്റെ നാഥൻ ആരാണ്? വ്യാഴം തന്നെയാണ്. അയാളാണ് 7ാം ഭാവത്തിൽ നിൽക്കുന്നത്. അപ്പോൾ രാശിനാഥന് ബലമുണ്ട്. അപ്പോൾ രാശിനാഥനും ആ രാശിനാഥൻ എന്ന് വെച്ചാൽ ധനുരാശിൻ്റെ അധിപൻ. മൂലം, പൂരാട, ഉത്തരാടത്തിൻ്റെ ആദ്യത്തെ 3/4 ഭാഗം കൂടി ചേരുന്ന ധനുക്കൂറുകാർക്ക് ഉപകാരപ്രദപരമായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അടുത്ത രാശി എന്ന് പറയുന്നത് കുംഭൻ രാശിയാണ്. കുംഭൻ രാശിക്ക് പ്രജ്ഞബന്ധ വിവേകശക്തി പുരാതന പുണ്യം. പ്രജ്ഞ ബുദ്ധിശക്തിയാണ്. ബന്ധ ബുദ്ധി അളക്കാനുള്ള ശക്തിയാണ്. പ്രജ്ഞ ബുദ്ധി വിവേകശക്തി വിവേകശക്തിയാണ്. പുരാതനപരമായിട്ടുള്ള ശക്തിയാണ്. പൂർവജന്മ പുണ്യത്തിൻ്റെ സ്ഥാനമാണ്. വിവേകശക്തി പുരാതന പുണ്യസ്ഥാനമാണ്. നമ്മൾ എന്ത് പുണ്യം ചെയ്യുന്നു അതെല്ലാം 5ാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത്. ആ 5ാം ഭാവമായിട്ടുള്ള ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. 5ാം ഭാവത്തിൻ്റെ കാരകത്വം തന്നെ വ്യാഴം തന്നെയാണ്. 5ാം ഭാവം പുത്രസ്ഥാനമാണ്. അപ്പോൾ പുത്രസ്ഥാനത്തിന് ഐശ്വര്യ അഭിവൃദ്ധി ഉണ്ടാവും. ഏകദേശം വർഷങ്ങളായിട്ട്, ചില 10 വർഷമോ 12 വർഷമോ ആയിട്ടുള്ള ഒരു ദമ്പതികൾക്ക്, സന്താനങ്ങളില്ലാത്തവർക്ക് 100 അല്ലെങ്കിൽ 1000 101 തന്നെ പറയാം, 101 ചില ആളുകൾക്ക് സന്താന ഭാഗ്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഒരു ബുദ്ധിയിൽ, എൻ്റെ ഒരു അന്വേഷണത്തിൽ, എൻ്റെ ഒരു ദൈവപരമായിട്ടുള്ള ചിന്തയിൽ, എൻ്റെ വാക്കിൽ വരുന്ന, ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന വാക്കിൽ വരുന്നവർക്ക് ഉണ്ടാവും എന്നുള്ള പറയുന്നത്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം എനിക്ക് കൂടി അനുഭവിക്കാനുള്ള സാധ്യത ഉണ്ടാവും എന്ന് തന്നെ ഞാൻ പറയാം. അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പറയാം. അതായത് 101 10,000-ൽ 10 കുട്ടികൾ അല്ലെങ്കിൽ 100 കുട്ടികൾ ഉണ്ടാവും എന്നൊക്കെയെന്ന് പറയുന്നത് 101. അപ്പോൾ അത് മഹാഭാഗ്യമായിട്ട് തന്നെ കാണുന്നത്. സന്താനയോഗം 5 കൊല്ലം 10 കൊല്ലം, നമുക്കൊരു 3 കൊല്ലം തൊട്ട് കണക്കാക്കാം. 3 കൊല്ലം തൊട്ടിട്ട് 12 കൊല്ലം, ഒരു വ്യാഴവട്ടക്കാലം 12 കൊല്ലമാണ്. 12 കൊല്ലം കണക്കാക്കാം. അതിൻ്റെ ഉള്ളിലുള്ളവർക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബുദ്ധിപരമായിട്ട് വളരെ ചിന്തിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് പ്രശസ്തി ഉണ്ടാവും എന്നാണ് പറയുന്നത്. അത് തൊഴിലായിക്കോട്ടെ, ഗവേഷണമായിക്കോട്ടെ, ശാസ്ത്ര സാങ്കേതിക വിദ്യ ആയിക്കോട്ടെ, മെഡിക്കൽ സംബന്ധമായിട്ടുള്ള വിഷയമായിക്കോട്ടെ, മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളായിക്കോട്ടെ, ഹൈടെക് സംബന്ധമായിട്ടുള്ള വിഷയങ്ങളായിക്കോട്ടെ, പുതിയ ടെക്നോളജി സംബന്ധമായിട്ടുള്ള വിഷയങ്ങളായിക്കോട്ടെ, പുതിയ കമ്പ്യൂട്ടർ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളായിട്ടുള്ള പുതിയ വിഷയപണങ്ങളായിട്ട്, പുതിയ മെഡിസിൻ കണ്ടുപിടിക്കുന്ന സാധ്യതയായിക്കോട്ടെ, സയൻസിസ്റ്റായിട്ടുള്ള, അതായത് ഗവേഷണങ്ങൾ നടത്തി ഒരുപാട് പരീക്ഷണങ്ങൾ വിജയിക്കുന്നവർക്കെല്ലാം വളരെ ഗുണകരമായിട്ടുള്ള അനുഭവങ്ങൾ ഈ 5ാം ഭാവത്തിലുണ്ടാവുന്നതാണ്. അതുപോലെ പൂർവജന്മ പുണ്യത്തിൻ്റെ വിശേഷതയും പൂർവ്വപരമായിട്ടുള്ള ഇതും കിട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് വ്യാഴം ആ രാശിനെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതായത് 5ാം ഭാവത്തിൽ നിന്നും 9ാം ഭാവത്തിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട്. ആ ദൃഷ്ടി കുംഭൻ രാശിയിലേക്ക് പതിക്കുന്നുണ്ട് എന്നും പറയാം. അപ്പോൾ ഈ പ്രജ്ഞാബന്ധ വിവേകസമ്പരാന്ന് പറഞ്ഞാൽ സന്താനങ്ങൾക്ക് ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാവും എന്നൊരു യാതൊരു സംശയമില്ല. ബുദ്ധി കൊണ്ടുള്ള പ്രവർത്തനം കൊണ്ട് ധനം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ബിസിനസ് വർധനവുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. വിദേശ യാത്രയ്ക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ചുളിവിൽ 5 ലക്ഷം 10 ലക്ഷം ചിലവാക്കിയിട്ട് വിദേശത്തേക്ക് പോകേണ്ടത് ചിലപ്പോൾ 2-3 ലക്ഷമോ അല്ലെങ്കിൽ 1.5 ലക്ഷമോ 2 ലക്ഷമോ ഒക്കെ കൊണ്ട് ചിലവാക്കിയിട്ട് പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഈ 5ാം ഭാവത്തിലുള്ള വ്യാഴത്തിനെ കൊണ്ട് ഉണ്ടാവും എന്ന് തന്നെ പറയാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവും എന്നുള്ളതെന്ന് പറയാം. അപ്പോൾ ആ മഹാവ്യാഴത്തിൻ്റെ ആ പ്രകാശത്തോടുകൂടി വരുന്ന ആ ഒരു പ്രകാശധ്വനി ഈ രാശികളെല്ലാം തലോടി കൊണ്ടുപോകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു അനുഭവത്തെ പറ്റിയാണ് ഞാനിവിടെ പറഞ്ഞു വന്നത്. ആ പറഞ്ഞു വന്നതെല്ലാം യഥാർത്ഥമായി ഫലിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. നമസ്കാരം.